കെഎസ്ആർടിസിയിൽ നടന്ന അഴിമതി ആരോപണത്തിന്റെ പേരിൽ ഇടത് സർക്കാർ എംഡി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത ആന്റണി ചാക്കോയെയാണ് ഗതാഗത മന്ത്രി തോമസ് ചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്നത്. കെഎസ്ആർടിസി ബസ്സുകളിൽ എഞ്ചിൻ ഓയിലിന് പകരം കൂളന്റ് ഒഴിച്ചതിനും ബസ് വാങ്ങിയതിലും കൊറിയർ ഓൺലൈൻ ബുക്കിംഗ് കരാറുകളിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആരോപണത്തെ തുടർന്ന് ആന്റണി ചാക്കോയുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിലാണ് ആന്റണി ചാക്കോയെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്നത്. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ കെഎസ്ആർടിസിയെ നവീകരിക്കുന്നതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഭരണകാലത്ത് കെഎസ്ആർടിസിയുടെ ഭാഗമായി നിന്ന് നിരവധിയായ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും വായ്പയെടുക്കാൻ കെഎസ്ആർടിസി 2 കോടി രൂപ ചെലവിട്ട ഉപദേശക സ്ഥാപനത്തെ നിയമിച്ചത് ടെൻഡർ വിളിക്കാതെയായിരുന്നു. കുറഞ്ഞ തുകയ്ക്ക് ഈ സേവനം ലഭ്യമാകുമോ എന്ന് അന്വേഷിക്കാതെയാണ് ഏകപക്ഷീയമായി കരാർ നൽകിയത്. ഇതിന്റെ പേരിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുകൂടാതെ വിമാനയാത്ര, ബാംഗ്ലൂരിലെ യോഗങ്ങൾ, യാത്രാബദ്ധ ഹോട്ടൽ താമസം, ടാക്സി കൂലി, മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയുടെ പേരിലും വൻ ബാധ്യതയാണ് എംഡി ആയിരുന്ന കാലത്ത് ആന്റണി ചാക്കോ കെഎസ്ആർടിസിയിൽ വരുത്തിവെച്ചത്. അഴിമതി ആരോപണത്തിന്റെ പേരിൽ കെഎസ്ആർടിസിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനെതിരെ വകുപ്പിൽ തന്നെ പ്രതിഷേധവും വ്യാപകമാവുകയാണ്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.